ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 7 റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി രണ്ട് ദിവസങ്ങൾ. ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യും. സോ ലാസ്റ്റ് പോസ്റ്റർ ലാലേട്ടിലൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് സോപ്പിംഗ് കാർഡ്, ഫേക്ക് കാർഡ്, വിക്ടിംഗ് കാർഡ്, ഫാൻ ബോയ് കാർഡ്. ഈ 4 കാർഡുകളും ഇനി നടക്കില്ല എന്നൊക്കെ. സോപ്പിംഗ് കാർഡ് ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹോസ്റ്റിന് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റിനെ പ്രൈസ് ചെയ്തിട്ട് നിലനിൽക്കാൻ നോക്കുക. ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് ഒരു ബന്ധമല്ലാണ്ട് വേറൊരു പേഴ്സണാലിറ്റി കാണിച്ചിട്ട് അവിടെ നിൽക്കാൻ നോക്കുക. വിക്ടിംഗ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി കാണിച്ചിട്ട് മോർ സ്ക്രീൻ ടൈം കിട്ടാൻ നോക്കുക. ഫാൻ ബോയ് കാർഡ് ഇതേപോലെ തന്നെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആളെ കൂടിയിട്ട് സ്ക്രീൻ ടൈം ഉണ്ടാക്കാൻ നോക്കുക. ലാസ്റ്റ് വൺ ഈ സേഫ് കാർഡ്. സേഫ് കാർഡ് ഈസ് ബേസിക്കലി ഒന്നും പറയാണ്ട് ഒരു ഡിബേറ്റിനും ഇല്ലാണ്ട് ജസ്റ്റ് അവിടെ ഫുഡും കഴിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. അതാണ് ആ ഒരു കാർഡിൻ്റെത്. സോ ബേസിക്കലി കഴിഞ്ഞ സീസണിലത്തെ വിന്നർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഖിൽ മാരാറായിരിക്കും. ആ സീസൺ വളരെ നല്ല ബോറിംഗ് ആയിട്ടുള്ള സീസൺ ആയിരുന്നു. വൺ മാൻ ഷോ ആയിരുന്നു. അവർ കോമ്പീറ്റ് ചെയ്യാൻ ഒരാളെ ഉണ്ടായിരുന്നിട്ടില്ല അഖിൽ മാരാറിനെ. സോ ഈ ഒരു സീസൺ നല്ലൊരു കോമ്പറ്റീറ്റീവ് ഗുഡ് കോൺടെസ്റ്റൻസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ എല്ലാ കാർഡും എല്ലാ സീസണിലും വരുന്നതാണ്. സോ എന്തിനാണ് ഈ കാർഡ് തന്നെയാണ് റൺ ചെയ്യുന്നത് ആ ഷോനെ. കാരണം ആ കാർഡാണ് ബേസിക്കലി പീപ്പിളുടെ മനസ്സിലോട്ട് കയറി ചെല്ലാനുള്ള കാർഡുകളാണത്. സോ അതെന്തായാലും എല്ലാ സീസണിലും ഉണ്ടാവും. ഇതൊന്നും നടക്കില്ല പ്രോമോയില് നടക്കില്ല എന്നിങ്ങനെ പറയും. ബട്ട് ആ ഷോ തുടങ്ങുമ്പോൾ ഇതൊക്കെ നടക്കും. പിന്നെ ഈ എല്ലാ കാർഡിലും ഐ വിൽ ഗീവ് വൺ എക്സാമ്പിൾസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്താണ്, സോപ്പിംഗ് കാർഡിലാണെങ്കിൽ കുട്ടി അഖിൽ സീസൺ 2, ഫേക്ക് കാർഡ് ആണെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ അത് സീസൺ 4, വിക്ടിംഗ് കാർഡ് ആണെങ്കിൽ സെറീന സീസൺ 6 തോന്നുന്നത്. അതേപോലെ ഫാൻ ബോയ് അഖിൽ മാറാറിന്റെ കൂടെ വിഷ്ണു അത് സീസൺ 5. സേഫ് കാർഡ് ഓൾമോസ്റ്റ് എല്ലാ കോണ്ടസ്റ്റൻസും ഫ്രം സീരിയലിൽ നിന്ന് വരുന്നത് സേഫ് കാർഡായിട്ടാണ് കളിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഒരു എക്സാമ്പിൾ ഈ കാർഡിന്റെ. എന്തായാലും ഈ കാർഡൊക്കെ കളിക്കും. പീപ്പിൾ ഷുഡ് വോട്ട് ഫോർ ദ റൈറ്റ് കോണ്ടസ്റ്റന്റ്. അല്ലാണ്ട് അവരെ ഡ്രാമ കണ്ടിട്ടൊന്നും വികാൻ പാടില്ല. ജിൻറ്റോ അവരൊന്നും ഡിസേർവിങ് അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ അവരൊക്കെ വിന്നറായി. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഡിസേർവിങ് അല്ലാണ്ട് വിന്നറായി പോയിട്ടുള്ള കുറച്ച് 2-3 ആൾക്കാരുണ്ട് ബിഗ് ബോസ് മലയാളം സീസണിൽ. അതിലൊന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ജിൻറ്റോ. എന്തായാലും നല്ലൊരു സീസൺ ആവട്ടെ. നല്ല കിഡിലം കോമ്പീറ്റ് ചെയ്യുന്ന കോണ്ടസ്റ്റൻസ് വരട്ടെ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഹോപ്പ് ഫോർ എ ഗ്രേറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ ദിസ് ഇയർ. ഹോട്ട്സ്റ്റാറിലായിരിക്കും ഉണ്ടാവുക.